ഈ കാണുന്നതിൻ്റെ പഴയ ഗേറ്റാണ്. പുതിയ ഗേറ്റ് ജസ്റ്റ് ഫിക്സ് ചെയ്തതേ ഉള്ളൂ. മതിലൊക്കെ ഇപ്പോഴും പെയിൻ്റ് അടിക്കാൻ ബാക്കിയുണ്ട്. എക്സ്റ്റീരിയറിൽ ഇച്ചിരി പണിയൊക്കെ ബാക്കിയുണ്ട്. പഴയ വീടല്ലേ, പഴയ വീടാകുമ്പോൾ കിണറുണ്ട്. ഉണ്ടോ? സോ ഇവിടെ കുറച്ച് എക്സ്റ്റൻഷൻ ഫ്രണ്ടിലോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണുന്ന ചില ഏരിയാസൊക്കെ ചെറുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തതാണ് റൂമിൻ്റെ അകത്തോട്ട് വെളിച്ചം ഒക്കെ കിട്ടാനായിട്ട്. ഈ റൂം അകത്തിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലായി തടി കട്ടിങ്സ് വെച്ചിട്ടുള്ള കണ്ണാടി ഇട്ടിട്ടുണ്ടല്ലോ, അതകത്തിൽ നിന്ന് കാണിച്ചു തരാം. ഇവിടെ ഡോറും വിൻഡോസും ഒക്കെ പഴയത് തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ചേഞ്ചൊന്നും വരുത്തിയിട്ടില്ല. പോളിഷ് ചെയ്ത് അത്രേ ഉള്ളൂ. വിൻഡോസിൻ്റെ അകത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നുണ്ട്, വ്യൂ ഇട്ടാതിരിക്കാൻ. കാരണം അതിൻ്റെ അപ്പുറത്തൊരു ട്രാൻസ്പെറൻറ്റ് ഷിയർ കർട്ടനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോറ് പഴയ ഡോറാണ്. പഴയ വീടുകൾക്ക് എപ്പോഴും വീതി കുറഞ്ഞ പടികളായിരിക്കും. See that. ഫുൾ സെറ്റ് കഴിഞ്ഞിട്ടില്ല. സോ ഈ പ്രോജക്റ്റിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. സോ ഇതൊരു നല്ല വാൾ ടൈൽ കിച്ചൻ്റെ ബാക്ക് സ്പ്ലാഷ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഇത് ശരിക്കും ടൈൽ തന്നെയാണ്, പക്ഷേ സ്റ്റോൺ ഫിനിഷ് ഉള്ള ടൈലാണ്. പഴയ വീടുകൾക്കൊക്കെ നമുക്കറിയാം ചില പ്രത്യേകതകൾ കാണും. അതിലൊരെണ്ണമാണ് ഇതിനകത്തുള്ള ഈ അടുപ്പ്. മിക്കവാറും റിനോവേഷൻ ചെയ്തിട്ടുള്ള പ്രോജക്റ്റിലെല്ലാം കാണും ഇങ്ങനെ ഒരു അടുപ്പ്. ആൻഡ് അത് ഉപയോഗിച്ച് ശീലിച്ചുകൊണ്ട് മിക്കവാറും അത് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യും. ഈ ഒരു അടുപ്പ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. ആൻഡ് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് വലുത്. വലിയ പാത്രങ്ങളൊക്കെ വയ്ക്കാനായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ. ചെയ്യുമ്പോഴത്തേക്ക് അതിലൊരു മെയിൻ ചാലഞ്ച് ഫർണിച്ചറൊക്കെ ഇത്രയും ചെറിയ പടികളിൽ കൂടെ മുകളിലെത്തിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ, അതായത് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ലിവിങ്ങിൽ ഇവർ ഫർണിച്ചർ ഇപ്പം തൽക്കാലത്തേക്ക് ചെയ്തിട്ടില്ല. സോ ആ സ്പേസ് ഇപ്പം നിങ്ങൾ കാണുന്നത് ബ്ലാങ്ക് ആയിട്ടാണ്. ഓക്കെ, ഇവിടെ 2 റൂം ഫുള്ളി ഫർണിഷ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടു. ഫ്ലോറിംഗ് ഒക്കെ പുതിയത് മാറ്റിയതാണ്. ഈവൻ ബാത്റൂംസും ഒക്കെ പുതിയതായിട്ട് എല്ലാം ചെയ്തതാണ്. ക്യാൻ സീ ദിസ്. വാർഡ്രോബും ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു ഡ്രസ്സിങ്. 3 പാളിയുടെ ജനൽ ചെയ്യാനായിട്ട്, ഈ രീതിയിൽ ചെയ്യാനായിട്ട് നമുക്കൊരു 12 മീറ്ററിൻ്റെ തുണി ആവശ്യമുണ്ട്. 12 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 7 അടി, അതായത് ലിൻഡൽ ലെവലിൽ നിന്ന് താഴെ വരെ ചേർന്ന് കിടക്കാനായിട്ട് 12 മീറ്ററിൻ്റെ തുണി ആവശ്യമുണ്ട്. പക്ഷേ ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 8 മീറ്റർ തുണിയിലും ചെയ്യാം. 8 മീറ്റർ തുണിയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഇതിൻ്റെ നീളം കുറച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ നമ്പർ ഓഫ് പ്ലീറ്റ്സ് കുറയ്ക്കേണ്ടി വരും. സോ അങ്ങനെയാണ് ഈ പറയുന്ന ഓരോരോ കാര്യങ്ങളുടെയും കോസ്റ്റ് കുറച്ച് വരുന്നത്. അപ്പോൾ ഈ 12 മീറ്ററിൽ ചെയ്യേണ്ട സാധനം നമ്മൾ 8 മീറ്ററിൽ ചെയ്യുമ്പോൾ അവിടെ തന്നെ ഈ തുണിയുടെ കോസ്റ്റ് തന്നെ നല്ല രീതിയിൽ കുറയും. പിന്നെ രണ്ടാമത് ഇത് ഐലറ്റ് സ്റ്റിച്ചിങ് ആണ്. ഐലറ്റ് സ്റ്റിച്ചിങ്ങിൽ മാത്രമല്ല, ഇതിൻ്റെ ഫൈനൽ ഫിനിഷിങ്ങും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് കൊണ്ടിടുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്ലീറ്റുകൾ, അതായത് നമ്മൾ ഈ സാരിയൊക്കെ ഉടുത്ത് കഴിയുമ്പോൾ പ്ലീറ്റ് നന്നായിട്ട് നിൽക്കാനായിട്ട് പിടിച്ച് തേച്ച് വെക്കത്തില്ല, അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈനലി കൊണ്ടിടുന്നതിന് മുമ്പ് ഇതിങ്ങനെ തേച്ച് ഇട്ടിട്ടുണ്ട്. പ്ലസ് ഇതിൻ്റെ താഴെ ഒരു കട്ടിയുള്ള തുണി വെച്ച് തച്ചിട്ടുണ്ട്, സോ ദാറ്റ് ഇതിങ്ങനെ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. പ്ലസ് ഇതിൻ്റെ പിറകിൽ ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. ആ ക്ലിപ്പും ഇതുപോലെ ആ ഫ്ലീറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടാലും കൂട്ടി ഇട്ട് കെട്ടി വെച്ചാലും തിരിച്ച് ഊരി ഇടുമ്പോഴത്തേക്ക് പഴയ പോലെ പെർഫെക്റ്റ് ആയിട്ട് കിടക്കാനായിട്ടാണ് പിറകിൽ ക്ലിപ്പ് വെച്ചേക്കുന്നത്. അപ്പം ജസ്റ്റ് ആ പ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിടക്കാനായിട്ട് 3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. താഴെ ഒരു വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, കട്ടിത്തുണി വെച്ച് അടിച്ച്, പ്ലസ് അത് തേച്ചിട്ടുണ്ട്, പ്ലസ് ബാക്കിലൊരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം കേട്ടൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇതൊന്നും ചെയ്യാതെ തുണിയുടെ എമൗണ്ട് കുറയ്ക്കാം, ഇത്രയും ഫ്ലീറ്റ് വേണ്ടാന്ന് വെക്കാം,
ഇങ്ങനെ ഈ പിറകി ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്യാതിരിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാൽ നല്ല രീതിയിൽ കേട്ടൻ്റെ കോസ്റ്റ് കുറഞ്ഞു കിട്ടും. സോ നിങ്ങൾ ഓരോ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ വീട്ടിനകത്ത് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നോക്കണം. ഇതിൻ്റെ വേ ഓഫ് ഡൂയിങ് ഇറ്റ്, ജസ്റ്റ് തുണിയുടെ കോസ്റ്റ് മാത്രമല്ല, വേ ഓഫ് ഡൂയിങ് ഇറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ചെറിയ ലിവിങ് സ്പേസ് ആണ്. ഇതിൻ്റെ പിക്ചറാണ് ഞാൻ പുറത്തു നിന്ന് കാണിച്ചത്, ഗ്ലാസ് കട്ടിങ്സുള്ള. സോ ഇവിടെ വരെ ഇതിനൊരു റൂഫ് കണ്ടോ, നോർമലി ഉള്ളൊരു റൂഫും ഇതൊരു എക്സ്റ്റെൻഡ് ചെയ്ത സ്പേസാണ്. ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ വാൾ ക്ലാഡിംഗ് ഉണ്ട്. പ്ലസ് ഈ ഒരു ടോട്ടൽ ഏരിയ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തേക്കുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ റൂമാണെങ്കിലും, സോ ഇങ്ങനെ ഒരു പോർഷൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ചെറിയ റൂമാണെങ്കിൽ ഈ ഒരു ഏരിയ ഈ ഡബിൾ ഹൈറ്റും ഈ ഇവിടുത്തെ ഈ ഓപ്പൺ കട്ടിങ്ങും എല്ലാം കൂടെ മൊത്തത്തിൽ റൂമിന് ഒരു ഇല്യൂഷൻ ഓഫ് സ്പേസ് കൊടുക്കും. ചെറിയ റൂമാണ് തോന്നത്തില്ല. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ദിസ് ഈസ് ലൈക്ക് എ ഹ്യൂജ്. സോ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഉണ്ടാവും, ഇറ്റ്സ് പ്രിറ്റി ഹ്യൂജ്. ആ ചെറിയ അതാണെന്നുള്ള പ്രശ്നം ഇങ്ങനെ ഒരു കട്ടിങ് ചെയ്തുകൊണ്ട് തീരുന്നു. ഇതിൻ്റെ പഴയ വീട് എങ്ങനെയാണ് ഇരുന്നതെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം വ്യത്യാസം ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ആയെന്ന്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതിൻ്റെ ഡീറ്റെയിൽ ഫോട്ടോഗ്രാഫും പഴയതും പുതിയതും എല്ലാം ഉടനെ പോസ്റ്റ് ചെയ്യും. അതൊക്കെ എഡിറ്റ് ചെയ്ത് വരാൻ സമയമെടുക്കും. സോ until then, stay tuned. Bye. And please do subscribe.